ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേർവഴിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവവചനവുമായി വീണ്ടും നിൽക്കുവാൻ ഒരവസരം ലഭിച്ചതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ദൈവത്താൽ ഐക്യപ്പെട്ട മനുഷ്യൻ്റെ ചില ലക്ഷണങ്ങൾ, ഏതാണ്ട് 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. ദൈവം അയച്ചവൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയും, ദൈവം അയച്ചവൻ ദൈവവചനം പ്രസ്താവിക്കും, ദൈവം അയച്ചവൻ നിയമിക്കപ്പെട്ട സമയം വരെ, ദൈവം നിയോഗിക്കുന്ന സമയം വരെ മറഞ്ഞിരിക്കും, ദൈവം അയക്കുന്നവൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണും, ദൈവം അയക്കുന്നവൻ എളിമയും ലാളിത്യവും വിനയവും ഉള്ളവനായിരിക്കും. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. ദൈവം അയക്കുന്നവൻ ലോകത്തിന് കുരുടനും ചെകിടനും ആയിരിക്കും. ദൈവത്താൽ ഐക്യപ്പെട്ടവൻ, അതിൽ നിന്ന് വീണ്ടും തുടങ്ങുവാൻ ആഗ്രഹിക്കും. ദൈവത്താൽ ഐക്യപ്പെട്ടവൻ, യെശയ്യാവ് 42 19-20 വാക്യങ്ങൾ. ഞാൻ എൻ്റെ ദാസനെ പോലെ കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ, എൻ്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവൻ ആർ. പലത് കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല, ചെവി തുറന്നു നിന്നിട്ടും അവൻ കേൾക്കുന്നില്ല. അപ്പോൾ ലോകത്തിൽ പലതും കാണും. വശ്യമായ ഹവ്വ കണ്ടതുപോലെ കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ കാമ്യം, ഇങ്ങനെ പലതും കാണും. എന്നാൽ ദൈവത്താൽ ഐക്യപ്പെട്ടവൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവനത് കാണാൻ നേരമില്ല. ദാവീദ് പ്രാർത്ഥിച്ച പോലെ അവനൊരിക്കൽ പ്രാർത്ഥിച്ചായിരുന്നല്ലോ 27 സങ്കീർത്തനത്തിൽ, ഞാൻ യഹോവയോട് ഒരു കാര്യം ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മഹത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതും തന്നെ. അപ്പോൾ അവൻ്റെ ആഗ്രഹം മുഴുവൻ യഹോവയുടെ മനോഹരത്വം കാണുവാൻ, കണ്ണുകളിൽ ദൈവത്തിൻ്റെ സൗന്ദര്യം അത് കാണാൻ. ഇവിടെയുള്ള ഒന്നും അവന് വിഷയമല്ല. യെശയ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ കാണും. രാജാതിരാജനെ അവൻ്റെ സൗന്ദര്യത്തോടെ കാണുന്ന കണ്ണിന് ഈ ലോകത്തിൽ കാണുന്ന ഒന്നും വലുതല്ല. മാത്രമല്ല, ഇവിടെയുള്ള ഒന്നും കേൾക്കുന്നതിന് അവൻ ചോദിക്കും. ഭയപ്പെടുന്നതാണേലും അവന് വിഷയമല്ല, നിരാശപ്പെടുന്നതാണേലും അവന് വിഷയമല്ല, അവൻ ചോദിക്കില്ല. കാരണം അവൻ ദൈവശബ്ദം കേൾക്കുന്നവനാണ്. അവൻ്റെ കാതുകളിൽ മുഴങ്ങുന്നത് അവൻ്റെ യജമാൻ്റെ ശബ്ദമാണ്. അപ്പോൾ ദൈവത്താൽ ഐക്യപ്പെടും. ഞാൻ കുറിവാക്യമായി ഞാൻ വായിച്ചത് യോഹന്നാൻ 1 വാക്യമാണല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇതിൽ വീണ്ടും പറയാത്തത്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അപ്പോൾ ദൈവം അയച്ചവൻ്റെ ലക്ഷണമാണ് നാം ചിന്തിക്കുന്നത്. ഇത് 6ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലോകത്തിന് അവൻ അന്ധനും ലോകത്തിന് ബധിരനും ആയിരിക്കും. അവൻ്റെ കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്, യാഥാർത്ഥ്യങ്ങളെ കാണുന്നു, ഒന്നും കാണാതിരിക്കുന്നില്ല. പക്ഷേ ലോകത്തിന് അവശ്യമായതൊന്നിനും, ലോകത്തിൻ്റെ ആവശ്യമായ ഒന്നിനും അവൻ്റെ കണ്ണിൽ സ്ഥാനമില്ല. അതിനേക്കാൾ നിലനിൽക്കുന്ന നിത്യമായ ഒന്നിനെ കണ്ടതാണ് അവൻ. എന്നാൽ ഇന്ന് നാം കാണുന്നതോ, അവിടെയാണ് എനിക്ക് ദുഃഖമുണ്ടാകുന്നത്. മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട 7 സത്യത്തിൻ്റെ സാക്ഷിയായി അവൻ നിൽക്കുന്നതിൻ്റെ ഫലമായി പ്രാണൻ ത്യജിക്കേണ്ടി വന്നാലും അവന് വിഷയമില്ല. അപ്പോസ്തല പ്രവൃത്തി 20 24 വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും
തേക്കണം എന്നേ എനിക്കുള്ളൂ. അവന് പ്രാണനേക്കാൾ വലുത് ശുശ്രൂഷയാണ്. യോഹന്നാൻ തടവിലാകാൻ കാരണം യോഹന്നാൻ പാപം ചെയ്തിട്ടല്ല, നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനായിരുന്നു യോഹന്നാൻ. പിന്നെ എന്തുകൊണ്ട്? മർക്കോസിന്റെ സുവിശേഷം 6:20 യോഹന്നാനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്നും ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ, പക്ഷേ എന്തുകൊണ്ട് തടവിലായി? ഹെരോദാവിൻ്റെ ജീവിതത്തിലെ തകരാറ്, ഹെരോദാവ് ചെയ്ത പാപം, അത് പാപം തന്നെയാണെന്ന് യോഹന്നാൻ എടുത്തു പറഞ്ഞു. ആ പേരിൽ അവനകത്തായി. ആ പേരിൽ അവന് ജീവൻ ത്യജിക്കേണ്ടി വന്നു. പക്ഷേ അവൻ പശ്ചാത്തപിക്കാൻ തയ്യാറായില്ല. ജീവൻ ത്യജിക്കേണ്ടി വന്നാലും സത്യത്തിന് സാക്ഷിയായവൻ നിൽക്കും. ഒരു വിട്ടുവീഴ്ച അതെല്ലാം കാണിക്കത്തില്ല. ദൈവത്താൽ ഐക്യപ്പെട്ടവൻ ലക്ഷണം. അത് പൗലോസ് പറഞ്ഞല്ലോ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാകും. ഫിലിപ്പിയ ലേഖനം 2:17 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ഇതാണ് ദൈവത്താൽ ഐക്യപ്പെട്ടവൻ ലക്ഷണം. അവന് ജീവനേക്കാൾ വലുത് ശുശ്രൂഷയാണ്. ജീവനേക്കാൾ വലുത് കർത്താവ് ഏൽപ്പിച്ച ദൗത്യമാണ്. തൻ്റെ ജീവരക്തം കൊണ്ട് അവനതിന് മുദ്രയിടും. എത്രയോ വിശുദ്ധന്മാർ, എണ്ണിയാലൊടുങ്ങാത്ത വിശുദ്ധന്മാർ തങ്ങളുടെ ജീവരക്തം കൊണ്ട് തങ്ങൾ വിശ്വസിച്ചതിന് വേണ്ടി, തങ്ങൾ പ്രസംഗിച്ചു വന്നതിന് വേണ്ടി അവർ ജീവൻ കൊടുത്ത് അവർ അതിനായി നിലകൊണ്ടു. അപ്പോൾ ദൈവത്താൽ ഐക്യപ്പെട്ടവൻ ദൈവം പ്രസ്താവിക്കുന്ന മാത്രമല്ല, ജീവൻ പോലും വച്ച് അതിനുവേണ്ടി അവർ നിലകൊള്ളും. അവർക്ക് ജീവനേക്കാൾ വിലയിരുത്ത ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ നിയോഗമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, 8ാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. 1 തെസ്സലോനിക്കർ 2-ാം 10 ദൈവത്തിനാസായ പൗലോസ് പറഞ്ഞു, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായി നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. അവൻ്റെ ജീവിതം ദൈവത്താൽ ഐക്യപ്പെട്ടവൻ്റെ ജീവിതം, എല്ലാവരുമല്ല, ദൈവത്താൽ ഐക്യപ്പെട്ട ജീവിതം. 8ാമത് എനിക്ക് പറയുവാനുള്ളത്, കുറ്റമറ്റ മാതൃകാപൂർണമായ വിശുദ്ധമായ ജീവിതമായിരിക്കും. എന്നെ നോക്കുന്ന അവർക്ക് ധൈര്യമായി പറയുവാൻ കഴിയും. പൗലോസ് പറഞ്ഞു, തെസ്സലോനിക്കയിൽ സുവിശേഷം അറിയിച്ച പൗലോസ് അവർക്കൊരു മാതൃക കാണിച്ചു കൊടുത്തു. He set an example. അവർക്ക് അനുകരിക്കത്തക്ക മാതൃക അവൻ വെളിപ്പെടുത്തി. ഒരു വിധത്തിലും അതിൻ്റെ 5-ാം വാക്യം 1 തെസ്സലോനിക്കർ 2-ാം 5 നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന് ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. ഞങ്ങൾ ഒരിക്കലും ഉപായമോ മുഖസ്തുതിയോ പ്രയോഗിച്ചിട്ടില്ല. 4 കാശുണ്ടാക്കാൻ യേശു ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് എന്തെല്ലാം തട്ടിപ്പുകളാണ് നടത്തുന്നേ. പല സെക്യുലർ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തുന്നു. ഇടയ്ക്ക് ഒരു ചാനലിൽ സന്ദർഭവശാൽ ഞാൻ കണ്ടതാണ്. ഒരു വീഡിയോ കണ്ട് ലജ്ജിച്ചു പോയി. ഒരു പാസ്റ്റർ അവിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ 5 കോടി രൂപ അടിച്ചു മാറ്റി. ലജ്ജാകരം. അവന് യേശുവിൻ്റെ പേരാ പറയുന്നേ.
മറ്റുള്ളവൻ്റെ പ്രോപ്പർട്ടി വസ്തു അടിച്ചു മാറ്റുന്നു, കാശടിച്ചു മാറ്റുന്നു, വാഹനം അടിച്ചു മാറ്റുന്നു, എന്തെല്ലാം തട്ടിപ്പുകൾ. ഇതൊന്നും ദൈവം അയച്ചവരല്ല. പറയാൻ എനിക്ക് മടിയില്ല. ഇതിൻ്റെ പേരിൽ എന്തു വിമർശനം വന്നാലും ഏൽക്കാൻ തയ്യാറാണ്. ഇത് ദൈവത്തിൻ്റെ ദാസനല്ല. ദൈവത്തിൻ്റെ ദാസനെങ്കിൽ അവൻ കുറ്റമറ്റ ജീവൻ നയിക്കും, മാതൃകാപൂർണമായ ജീവൻ നയിക്കും. എന്നെ നോക്കെന്ന് പറയും. ഇന്നത്തെ കാലത്ത് പറയാം, എന്നെ നോക്കണ്ട, യേശുവിനെ നോക്ക്. അല്ല, എന്നെ നോക്ക്. എന്നെ നടത്തുന്നതിന് നിന്നെ നടത്താൻ കഴിയും. എന്നെ സഹായിക്കുന്നതിന് നിന്നെയും സഹായിക്കാൻ കഴിയും. എന്നെ സഹായിപ്പാൻ കഴിയില്ലെങ്കിൽ നിന്നെയും സഹായിപ്പാൻ കഴിയത്തില്ല. ഈ തട്ടിപ്പ് ആരും തിരിച്ചറിയുന്നില്ല. ദൈവത്താൽ അയക്കപ്പെട്ടവൻ വിശുദ്ധമായിരിക്കും. യോഹന്നാനെ കുറിച്ച് വായിച്ചല്ലോ. യോഹന്നാൻ മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ യോഹന്നാനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനായിരുന്നു. ഹെരോദാവ് അവൻ്റെ പാവം മറയ്ക്കാൻ പലതും ചെയ്തെങ്കിലും യോഹന്നാനെ ഭയപ്പെട്ടു. ഇത് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ പലരും ചോദിക്കും, ആരുണ്ടോ ഉദ്ദേശിച്ച് അത്ര വിശുദ്ധരായിട്ട്? അത് സ്വന്തം പാവം മറയ്ക്കാനുള്ള അടവാണ്. എനിക്ക് തന്നെ വിശുദ്ധനാകാൻ കഴിയില്ല. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ അവൻ എന്നൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കെ കുറ്റമറ്റ രീതിയിൽ അവന് വേണ്ടി ജീവിപ്പാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല, അതിന് കൃപ തരുന്ന എൻ്റെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്താ കുറ്റമറ്റ ജീവൻ നയിക്കും. തീമോഥെയോസിൻ്റെയും ലേഖനങ്ങളിൽ വ്യക്തമായ യോഗ്യതകൾ തന്നെ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായി നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. നോക്കിയാണ് അവരുടെ മുഖത്ത് നോക്കി എത്ര പ്രാഗൽഭ്യത്തോടെ ആദിവാസം പറയുന്നു. എനിക്കുള്ളത് വെക്കടാ എന്ന് ഒരു ദൈവവചനെ മുഖത്ത് നോക്കി മറ്റൊരുത്തൻ പറഞ്ഞു പോയാൽ എത്ര ലജ്ജാകരമാണ്. അപ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ടവൻ കുറ്റമറ്റ ജീവൻ നയിക്കും. പൗലോസിന് മാതൃകയാണ്. ഒരു മാതൃക വെച്ചേച്ച് പോകുന്ന ക്രിസ്തീയ ജീവിതം ഇന്നതാണെന്ന് ഒരു മാതൃക വെച്ചേച്ച് പോകുന്ന രീതിയിൽ നമ്മുടെ ജീവിതമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കർത്താവ് മോത്തപ്പെടുകയല്ലേ, ദൈവനാമം ഉയർത്തപ്പെടുകയല്ലേ. ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ എന്തെല്ലാം അപവാദങ്ങൾ, എന്തെല്ലാം അപമാനങ്ങൾ. അതിന് കാരണമെന്താ? ദൈവത്താൽ അയക്കപ്പെട്ടവരെങ്കിൽ ഒരിക്കലും അത് വരികയില്ല. ഭിക്ഷക്കാരെക്കാളും കഷ്ടമായിട്ട് പെരുമാറുന്ന മനുഷ്യർ, വ്യാജം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ, തട്ടിപ്പുകാരെക്കാളും ഭയങ്കരമായി കൃത്രിമമാർഗം ഉപയോഗിക്കുന്ന മനുഷ്യർ, അവരും യേശുവിൻ്റെ നാമമാണ് പറയുന്നു. ചില കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാത്ത മനുഷ്യർ, കുറേ ഭാഷ പറഞ്ഞാൽ ദൈവം അതിൽ പ്രസാദിക്കുമെന്ന് കരുതുന്ന മനുഷ്യർ. എന്നാൽ തെസ്സലോനിക്കയിലെ വിഗ്രഹാരാധികളായിരുന്നവരെ 3 ശബത്തിന്റെ ഇടവേളയിൽ മാത്രം സുവിശേഷം അറിയിച്ച കർത്താവിലേക്ക് കൊണ്ടുവന്ന പൗലോസ് പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഞങ്ങൾ അനന്യരായിരുന്നു. ദൈവം അതിന് സാക്ഷി, നിങ്ങളും അതിന് സാക്ഷിയാണ്. ദൈവജനമേ, ഇതാണ് ദൈവത്താൽ അയക്കപ്പെട്ടവൻ്റെ ലക്ഷ്യം. മാത്രമല്ല, ഞാൻ 2 കാര്യങ്ങളോട് പറഞ്ഞത് അവസാനിപ്പിക്കട്ടെ. 9ാമത്, ദൈവത്താൽ അയക്കപ്പെട്ടവൻ ചെലവിടാനും ചെലവായി പോകാനും എപ്പോഴും തയ്യാറായിരിക്കും. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 8-ാം വാക്യം, ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. പൗലോസ് അത്ര പ്രായത്തോടാ പറയുന്നേ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ
പൗലോസ് കൊരിന്ത്യസഭയോട് പറഞ്ഞു, 12-15 ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. ഞാൻ അതിസന്തോഷത്തോടെ ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. ഇന്ന് എന്ത് കാര്യം ചെയ്താലും തനിക്ക് ലാഭമുണ്ടാക്കുന്ന, നേട്ടമുണ്ടാക്കുന്ന ദുഷിച്ച പ്രവണതയല്ലേ ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്നത്. ദുഃഖകരം. ദൈവം അയച്ചവരല്ല. ദൈവം അയച്ചവരാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാകുകയും ചെലവായി പോവുകയും ചെയ്യും. സ്വന്തം സുഖം, സ്വന്തം ലാഭം, സ്വന്തം നേട്ടം, സ്വന്തം ആരോഗ്യം, സ്വന്തം സൗകര്യം, സ്വന്തം സമ്പാദ്യം അല്ല അവരുടെ ലക്ഷ്യം. പിന്നെയോ അവർ ചെലവായി പോവും, അവർ ചെലവിടും. ദൈവത്തിന് സ്തോത്രം. 10, അവരുടെ ജീവിതം മറ്റനേകരെ സ്വാധീനിക്കും. അനേകരെ വിപ്ലവകരമായ മാറ്റം അനേകരുടെ ജീവിതത്തിൽ അവർ ഉണ്ടാക്കും. ഞാൻ വളർന്നത് കന്യാകുമാരി ജില്ലയിലാണ്. ഏതാണ്ട് 10-25 വർഷം. ഇപ്പോഴും നിരന്തര സമ്പർക്കമുണ്ട്. അനേക ത്യാഗികളായ ദൈവദാസന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, കന്യാകുമാരി ജില്ലയിലുണ്ടായിരുന്നു. അവരുടെ ത്യാഗപൂർണമായ ജീവിതം പലർക്കും ഒരു വെല്ലുവിളിയായി മാറി. അനേകർ അത് അനുകരിച്ചു, അനേകരുടെ ജീവിതത്തെ സ്വാധീനിച്ചു. വർഷങ്ങൾ തലമുറകൾ കഴിഞ്ഞിട്ടും പലർക്കും അവരെക്കുറിച്ച് പറയാനുണ്ട്. മാതൃകയോടെ ജീവിച്ച ദൈവദാസൻ, പ്രാർത്ഥനാ വീരൻ, വിശുദ്ധൻ. അദ്ദേഹത്തെ കാണുമ്പോൾ ഭൂതങ്ങൾ ഓടുമായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ ജനം ഭയത്തോടെ എഴുന്നേൽക്കുമായിരുന്നു. മറ്റനേകരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കാൻ പൗലോസ് ദൈവത്താൽ അയക്കപ്പെട്ടു. പൗലോസ് പോയിടത്തെല്ലാം സഭകളുണ്ടായി. സുവിശേഷ വേലക്കാർ എഴുന്നേറ്റു. ധന്യമായ ശ്രേഷ്ഠമായൊരു വില ചെയ്യുവാൻ അവന് സാധിച്ചല്ലോ. കർത്താവ് അവനെ ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ടല്ലോ, ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാകുന്നു. ദൈവം ദൈവം അയച്ചാൽ ദൈവിക ഉദ്ദേശം അവരിൽ നിറവേറും. അനേകരുടെ ജീവിതങ്ങൾക്ക് അവർ മാതൃകയാകും, അനേകർക്ക് അവർ വെല്ലുവിളിയാകും. അവരുടെ തലമുറയെ അവർ അത്ഭുതകരമായി സ്വാധീനിക്കും. ഇന്ന് സ്വന്തം മക്കളെ പോലും സ്വാധീനിപ്പാൻ പലർക്കും കഴിയുന്നില്ല. ഒരു ദുഃഖ സത്യമല്ലേ ഇത്? ദൈവത്തിന് തെറ്റുപറ്റിയോ? ഒരിക്കലുമില്ല. പിന്നെ തെറ്റാർക്കാണ്? ഈ നാമം ഉപയോഗിച്ചവർക്കല്ലേ. നമ്മെ അയക്കാത്തത് നാം പോകുമ്പോൾ, നമ്മോട് ചെയ്യാൻ പറയാത്തത് നാം ചെയ്യുമ്പോൾ, നമ്മെ ഏൽപ്പിക്കാത്തത് നാം ഉണ്ടെന്ന് ഭാവിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി പലതരം പ്രകടനങ്ങൾ കാണിക്കുമ്പോൾ അത് നമുക്കും നമ്മുടെ തലമുറയ്ക്കും ശിക്ഷയായി മാറുന്നില്ലേ? എലീശായുടെ ശിഷ്യൻ ഗേഹസി ഒരു യാത്ര നടത്തി. കുറച്ചു ദൂരേ പോയുള്ളൂ, ഒത്തിരി ദൂരം പോയില്ല. നടത്തി വളരെ വലിയ ലാഭകരമായിരുന്നു. പക്ഷെ അതുകൊണ്ടൊരു സമ്പാദ്യം അദ്ദേഹത്തിന് കിട്ടി. എലീശാ ചോദിച്ചു, ഗേഹസിയെ നീ എവിടെ പോയിരുന്നു? ഞാൻ എങ്ങും പോയില്ല, എവിടെ ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ഞാനാണെങ്കിൽ ബോധം കെട്ട് നിലത്ത് വീണേനെ. ആ പുരുഷൻ ദേഹത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റ് വന്നപ്പോൾ എൻ്റെ ഹൃദയം അവിടെ ഇല്ലായിരുന്നോ? അതുകൊണ്ട് ഒരു കാര്യം തന്നേക്കാം, നയമാൻ്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും ഉണ്ടായിരിക്കും. അന്നേരം തന്നെ അവൻ നിറം മാറി അവിടുന്ന് പോയതായിട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. അന്നേരം തന്നെ അവൻ ഹിമം പോലെ വെളുത്തു. അങ്ങനെയുള്ള ദൈവിക ന്യായവിധി ഇക്കാലത്തുണ്ടായിരുന്നെങ്കിൽ എന്ത് ഭയങ്കരമായി പോയതേ. പ്രിയ ദൈവജനമേ, ദൈവം അയച്ചവൻ്റെ 10 ലക്ഷണങ്ങൾ ഈ 2 വീഡിയോകളിൽ കൂടെ നാം ചിന്തിച്ചു. എനിക്കറിയാം, എനിക്ക് കല്ലേറ് വന്നേക്കാം, എനിക്ക് സാരമില്ല, അതൊന്നും എനിക്ക് വിഷയമല്ല. ശക്തിയായി എന്നെ വിമർശിച്ചേക്കാം. എൻ്റെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ച് എനിക്ക് ഒരു ഭയവുമില്ല. സത്യം തുറന്നു പറയട്ടെ, ദൈവത്താൽ അയക്കപ്പെട്ടവൻ. ഞാൻ ആ 10 ലക്ഷണങ്ങളും ഒന്നുകൂടെ ആവർത്തിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം.
ദൈവത്താൽ അയക്കപ്പെട്ടവൻ സത്യത്തിന് മാത്രം വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവനാണ്. സത്യ വെളിച്ചത്തെ വെളിപ്പെടുത്തുന്നവനാണ്. ദൈവത്താൽ അയക്കപ്പെട്ടവൻ ദൈവവചനം പ്രസ്താവിക്കുന്നവനാണ്. ദൈവത്താൽ അയക്കപ്പെട്ടവൻ ദൈവം കൽപ്പിക്കുന്ന സമയം വരെ കർത്താവിൽ മറിഞ്ഞിരുന്ന് ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ രംഗത്ത് വരികയുള്ളൂ. സമയത്തിന് മുമ്പേ അവൻ ചാടിത്തുള്ളി ബഹളം ഉണ്ടാക്കിയില്ല. ദൈവത്താൽ അയക്കപ്പെട്ടവൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണും. 5, ദൈവത്താൽ അയക്കപ്പെട്ടവൻ എളിമയും ലാളിത്യവും താഴ്മയുമുള്ള ജീവിതം നയിക്കും. 6, ദൈവത്താൽ അയക്കപ്പെട്ടവൻ ലോകത്തിന് മുൻപിൽ ലോകത്തിന് കുരുടനും ചീടനും ആയിരിക്കും. 7, ദൈവത്താൽ അയക്കപ്പെട്ടവൻ തൻ്റെ ജീവൻ കൊണ്ട് പോലും അല്ലെങ്കിൽ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും അവൻ സത്യത്തിന് സാക്ഷ്യം പറയും. അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാനും അവൻ തയ്യാറാണ്. 8, ദൈവത്താൽ അയക്കപ്പെട്ടവൻ വിശുദ്ധവും കുറ്റമറ്റതുമായ ജീവിതം നയിക്കും. മറ്റുള്ളവർക്ക് അവൻ വിശുദ്ധമായ ഒരു മാതൃകയായിരിക്കും. ദൈവത്താൽ അയക്കപ്പെട്ടവൻ എപ്പോഴും സദാസമയവും ചെലവിടാനും ചെലവായി പോകാനും സന്നദ്ധനായിരിക്കും. അവന് തനിക്ക് തന്നെ കൂട്ടിവയ്ക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുകയില്ല. ദൈവത്താൽ അയക്കപ്പെട്ടവൻ സമൂഹത്തിന് ഒരു വെല്ലുവിളിയായിരിക്കും. അനേകരെ ജീവിതങ്ങളെ അവൻ സ്വാധീനിക്കും. അനേകരെ കർത്താവിലേക്ക് നയിക്കും. ഇതല്ലാതുള്ള ദൈവവചനം പറയുന്നതാണ്, എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമല്ല. ഇതല്ലാതുള്ള ഏത് അവകാശവാദവും സാത്താന്യമാണ്. അത് ശിക്ഷായോഗ്യമാണ്, ന്യായവിധിക്ക് യോഗ്യമാണ്. ആകയാൽ നാം അത് ചിന്തിക്കാം. നാം ചെയ്യുന്ന എന്തും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞാണെങ്കിൽ, അവൻ്റെ നിയോഗത്തിൽ നാം ജീവിക്കുന്നുവെങ്കിൽ, അവനാൽ നാം നടത്തപ്പെടുന്നുവെങ്കിൽ, അവൻ നമ്മെ നിയന്ത്രിക്കുന്നു എങ്കിൽ, അവന് വിരുദ്ധമായി ഒന്നും ചെയ്യാതെ അവനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവരെങ്കിൽ, സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവരുടെ വായിൽ ദൈവത്തിൻ്റെ പൂഴ്ചയും അവരുടെ കയ്യിൽ ഇരുവായത്തിലുള്ള വാളുമുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നമുക്കും അനുഗ്രഹമാകും, മറ്റേ അനേകർക്ക് അനുഗ്രഹപ്രദമാകും. ദൈവനാമം മഹത്വപ്പെടും, ദൈവരാജ്യം വ്യാപിക്കും, ദൈവമഹത്വം വെളിപ്പെടും. മറ്റുള്ളവർ കണ്ട് ഭയപ്പെടും, കർത്താവിനെ അറിയും. ഇന്നത്തെ ലജ്ജകരമായ കളികൾ, അധികാര കളികൾ, ധനസമ്പാദനത്തിലുള്ള കളികൾ, അവകാശവാദങ്ങൾ, വ്യാജ പ്രസ്താവനകൾ, ആക്രോശങ്ങൾ, അഭിനയങ്ങൾ, ചതി, മറ്റുള്ളവരെ ദൈവാഗ്രഹമാക്കുക, മറ്റുള്ളവരെ കച്ചവടച്ചരക്കാക്കുന്ന പ്രവണത യേശുക്രിസ്തുവിൻ്റെ പേരിൽ ദുഃഖകരമാണ്. ഇതൊന്നും എല്ലാം ന്യായം വിധിക്കപ്പെടുക തന്നെ ചെയ്യും. അന്ന് ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന ആളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് കർത്താവ് ചോദിച്ച യഹോസ്യേൽ പ്രവചനത്തിലുണ്ട്. ഇതേപോലെ ദൈവത്താൽ അയക്കപ്പെടാതെ സ്വയമായി ചെയ്യുന്ന എല്ലാത്തിനും ന്യായവിധിയുണ്ട്, കണക്ക് തീർക്കും. അന്ന് നൂന്നു നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? ഭയപ്പെടാം, മാനസാന്തരപ്പെടാം, കർത്താവിലേക്ക് തിരിഞ്ഞു വരാം. അവൻ്റെ നാമത്തിന് നാം മൂലം, നമ്മുടെ ജീവിതം മൂലം ഒരപമാനം ഉണ്ടാകരുത്. ദൈവനാമത്തിൻ്റെ 10 ദിവസം ജീവിച്ചാലും 10 വർഷം ജീവിച്ചാലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നിങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതാ ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് സവിസ്തരമായി ചിന്തിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ. നാഥാ, അങ്ങ് അയക്കാതെ സ്വയമായി പോയി കുഴപ്പങ്ങൾ വിളിച്ചു വരുത്തി ന്യായവിധിക്ക് വിധേയരാകുവാൻ ആർക്കും ഇടയാക്കരുതേ കർത്താവേ. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളോട് അവിടുന്ന് സംസാരിക്കുമാറാണമേ. അങ്ങയുടെ നാമത്തിൽ നിന്ന് നടക്കുന്ന തെറ്റായ പ്രവണതകൾ ഒത്തിരി ഉണ്ടല്ലോ. നാഥാത്തിൽ നിന്നെല്ലാം വിട്ടുതിരിയുവാൻ ദൈവത്തിന് ഇടയാക്കണമേ. അങ്ങ് സംസാരിക്കണമേ.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.